ഓക്കെ. ഫസ്റ്റ് നമ്മൾ കോസസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇതിനകത്ത് സിംറ്റംസ് ആണ്. അസോസിയേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ബുള്ളറ്റ് പോയിന്റ്സ്, അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും നമ്പേഴ്സ് പറയുന്നുണ്ടോ, എന്തെങ്കിലും നമുക്ക് നമ്മുടെ കണ്ണിൽ ഉടക്കുന്ന ഇമ്പോർട്ടന്റ് എന്ന് തോന്നിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പൊക്കോണം. ആ ആ ആ കീ അതായിരിക്കും നമുക്ക് പിന്നെ ടെക്സ്റ്റ് വന്ന് വീണ്ടും നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് പോകും. നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അവിടെ ടൈം വേസ്റ്റ് ആവത്തില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെയും ടേബിൾസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ എന്താ കളയേണ്ട ആവശ്യമില്ല. HAMRSA CAMRSA ആണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് 2 ടൈപ്സ്. ജസ്റ്റ് ഇവിടെ പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഒരു സബ് പോയിന്റ്സ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് സ്കിം ആൻഡ് സ്കാനിങ് നടത്താം. അത് കഴിയുമ്പോൾ ടേബിൾസ് 2 ടൈപ്സ് പറയുന്നുണ്ട്. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ഒന്ന് നമ്മൾ തിങ്ക് ചെയ്ത് വെക്കണം ഈ റീഡ് ചെയ്ത് ശേഷം. എന്നാലേ നമ്മൾ ആദ്യം ഒന്ന് റീഡ് ചെയ്യുന്ന പിന്നെ നമ്മുടെ മെമ്മറിയിൽ നമ്മൾ 4 ടെക്സ്റ്റ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നുകൂടെ നമ്മൾ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. പിന്നെ ആന്റിബയോട്ടിക്സ് ഓൾറെഡി 2 ടേബിൾ ആണ് പറയുന്നത്. IV, ഓറൽ, ആന്റിബയോട്ടിക്സ്, ഡോസേജ്. എന്തായാലും ഇതില് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആന്റിബയോട്ടിക്സും ഡോസേജ്, IV, ഓറൽ, അത്രയും മാത്രം നമ്മളൊന്ന് ഒന്ന് മെമ്മറിയിലോട്ട് കൊണ്ടുവന്നാൽ മതി. പിന്നെ അവിടെ 2 ബുള്ളറ്റ് പോയിന്റ് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് ഡി പ്രൊസീജിയേഴ്സ് ഫോർ ഡീകണ്ടാമിനേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്. ഇവിടെ പ്രൊസീജിയർ ആണ് ഡീകണ്ടാമിനേഷനും അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ടെക്സ്റ്റ് ഡിയിൽ പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് റിക്വയർഡ്, ക്ലീനിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്. ഇതിന് അണ്ടർലൈനിൽ വാർഡ് ഏരിയാസ്, SSD, എൻഡോസ്കോപ്പി, യൂറോളജി, ഇത് ജസ്റ്റ് സ്കിം ആൻഡ് സ്കാൻ ചെയ്തിട്ട് ഇവിടെ തന്നെ അവർ ഫിസിക്കൽ ക്ലീനിങ് എന്താന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. അതുപോലെ ഡിറ്റർജൻസ്, ഇവിടെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഒക്കെ അവിടെ അവർ പറയുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ എന്നിട്ട് ജസ്റ്റ് റീഡ് ചെയ്തു. അപ്പൊ തന്നെ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ നമ്മളൊന്ന് അവിടെ തിങ്ക് ചെയ്യണം. എന്താ പ്രൊട്ടക്റ്റിംഗ് ക്ലോത്തിങ് മെത്തേഡ്സ് പറയുന്നുണ്ട്, പിന്നെ എക്സാമ്പിൾ എന്താണ്, അങ്ങനെ നമ്മളൊന്ന് തിങ്ക് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മൾ എന്തായാലും 1 to ഒരു ടെക്സ്റ്റ് A to D വരെ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മറന്നുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് നമ്മൾ എന്താണ് ടെക്സ്റ്റ് പറഞ്ഞത് എന്നൊന്നുകൂടെ നമ്മളൊന്ന് മൈൻഡിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. ആ, ഓക്കെ. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? റീഡ് ചെയ്ത് വെറുതെ അങ്ങ് പോവല്ലേ? അതെ. ആ, അപ്പൊ നമ്മൾ ഒരു സെക്കൻഡെങ്കിലും അവിടെ നമ്മൾ എന്താണ് റീഡ് ചെയ്തതെന്ന് ഒന്നുകൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് അവിടെ ഒന്ന് തിങ്ക് ചെയ്യണം. അങ്ങനെ ഇനി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ 1 to 20 ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്കറിയാവില്ലേ 8 to 20 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും WHO ക്വസ്റ്റ്യൻസ് വിച്ച് വിച്ച് ടൈപ്പ് എന്ന് ഇവിടെ പറഞ്ഞാൽ ഒരു ടൈപ്പ് ആയിരിക്കും ആൻസർ വരുന്നത്. അവിടെ ടൈപ്സ് അല്ല, ടൈപ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ആൻസർ വരും. ഒരു ടൈപ്പ് എന്നേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആ ടൈപ്പ് ആയിരിക്കും അതുപോലെ തന്നെ വിച്ച് ടൈപ്പ് ടൈപ്പ് അവിടെ വരും. അതുപോലെ തന്നെ മോസ്റ്റ് റെസ്പോൺസീവ് ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ കീവേഡ് ആയിട്ട് എടുക്കേണ്ടത് ആ മോസ്റ്റ് റെസ്പോൺസീവ് ആന്റിബയോട്ടിക് ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, വിച്ച് പാർട്സ് ഓഫ് ദി ബോഡി. പാർട്സ് എന്ന് പറയുമ്പം 2 പാർട്സ് അല്ലേ വരുന്നത്, അപ്പൊ പാർട്സ്. അപ്പൊ ഒരു ആൻഡ് ഇട്ട് 2 ആൻസേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്. അത് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ അതിന്റെ കീവേഡ് ആണ് ബോഡി ക്യാരി ദ ബാക്ടീരിയ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് സിംറ്റംസ്. നെക്സ്റ്റ് വാട്ട് ഷുഡ് ടേക്ക് പ്ലേസ് ബിഫോർ എക്യുപ്മെന്റ്. അതുപോലെ തന്നെ എന്തോ ഒരു പ്രൊസീജിയർ ആണ് അവിടെ പറയുന്നത്. അതെന്താന്നുള്ളത് വാട്ട് ഷുഡ് ടേക്ക് പ്ലേസ് എന്താണ് അവിടെ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പൊ ഒരു ആൻസർ അവിടെ ഒരു പ്രൊസീജിയർ ആയിരിക്കും. വാട്ട് ക്യാൻ ബി യൂസ്ഡ്, യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. അതിന്റെ കീവേഡ് ഇവിടെ പറയുന്നുണ്ടല്ലോ, ഹോട്ട് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ഫോർ ക്ലീനിങ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് 12 എന്താണ് പറയുന്നത്, വിച്ച് ടൈപ്പ് ഓഫ് MRSA. അപ്പൊ അവിടെ എന്തായിരിക്കും ആൻസർ വരുന്നത്, ഒരു ടൈപ്പ് ആയിരിക്കും. അസോസിയേറ്റഡ് വിത്ത് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ നമ്മുടെ കീവേഡ് ഹോസ്പിറ്റലൈസേഷനിൽ വിച്ച് ടൈപ്പ് ഓഫ് MRSA, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്.
13th എങ്ങനെയാണ് വരുന്നത്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഡോസേജ്. അപ്പൊ അവിടെ ആൻസർ വരുന്നത് ഹയസ്റ്റ് ഡോസേജ് ആയിരിക്കും. അവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ക്ലിൻഡാമൈസിൻ യു ക്യാൻ ഗീവ് എ ചൈൽഡ്. അപ്പം ചൈൽഡ് ആണ്. ചൈൽഡിൽ ക്ലിൻഡാമൈസിൻ എങ്ങനെയാണ് ഗീവ് ചെയ്യുന്നത്, അതായിരിക്കും അവിടെ കീവേഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഉം. ഓക്കെ. അതുപോലെ തന്നെ 40 to 20 യു ക്യാൻ അഡ്മിനിസ്റ്റർ ഡാഷ് വിത്തൗട്ട് നീഡിങ് ടു സെറ്റപ്പ് അനദർ IV. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഈ ഷോർട്ട് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് നമ്മൾ ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. അപ്പൊ ഇവിടെ യു ക്യാൻ അഡ്മിനിസ്റ്റർ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കേഷൻ റിലേറ്റഡ് ആൻസർ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് പാസേജിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ MRSA ഈസ് എ പർട്ടിക്കുലർലി ഡേഞ്ചറസ് വെൻ ഇറ്റ് സ്പ്രെഡ്സ് ബിയോണ്ട് ദി ഡാഷ്. ഓക്കെ, MRSA ഈസ് പർട്ടിക്കുലർ ഡേഞ്ചറസ് വെൻ ഇറ്റ് സ്പ്രെഡ് ബിയോണ്ട് ദി ഡാഷ്. അത് നമുക്ക് ഇതെല്ലാം നമുക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പോസ് ചെയ്യാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഓക്കെ ടെക്സ്റ്റ് ബി ആണ് ഞാൻ ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബി. ഇപ്പൊ എ പാർട്ടിൽ പിന്നെ നമ്മൾ 1 to 7 ഉണ്ടല്ലോ. അപ്പൊ ഈ ടെക്സ്റ്റുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റുമായിട്ട് ഫെമിലിയർ ആവും. പിന്നെ ഈസി ആയിട്ട് നമുക്ക് 1 to 7 നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് 1 to 7 ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടെക്സ്റ്റ് അതായത് റീഡിങ്ങിലെ എ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ നിങ്ങൾക്ക്? എന്തേലും ചോദിക്കേണ്ടതായിട്ടുണ്ടോ? ഹലോ. മാം പറഞ്ഞു തന്നത് മനസ്സിലായി മാം. ആ, സഫല്യ. ആ, ഇപ്പൊ ഒന്നുമില്ല മിസ്സേ. ഓക്കേടാ. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബി, അതായത് പാർട്ട് ബി എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് പാർട്ട് ബിയിലാണെങ്കിൽ നമുക്ക് മെമ്മോ വരാം, അതുപോലെ തന്നെ ഇമെയിൽ വരാം, ഗൈഡ് ലൈൻസ്, അതുപോലെ തന്നെ എന്താണ് നോട്ടീസ് വരാം, പിന്നെന്താ മാനുവൽ വരാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് വരാം. അപ്പൊ ഇതിലൊക്കെ എന്താണ് പറയുന്നതെന്ന് നമ്മൾ എന്തായാലും അറിയേണ്ടതായിട്ടുണ്ട്. മെമ്മോയിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇമെയിലും അതുപോലെ തന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഇമെയിൽ. ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും റൂൾസോ ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ ആയിരിക്കും അതിൽ പോകുന്നത്. അപ്പൊ ഒരു ഹാൻഡ് ബുക്കിൽ എന്തായിരിക്കും ഒരു കാര്യത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും ഹാൻഡ് ബുക്കിൽ പറയുന്നത്. ഒരു നോട്ടീസ് എന്താണ് പറയുന്നത്? നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു നോട്ടീസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നോട്ടീസ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു പുതിയതായിട്ട് എന്തോ ഒരു കാര്യം നടക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. അങ്ങനത്തെ ഉം. കുറച്ച് കാര്യങ്ങളായിരിക്കും പാർട്ട് ബിയിൽ പോകുന്നത്. പിന്നെ നമ്മൾ പാർട്ട് ബിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള ആൻസേഴ്സ് വരത്തില്ലല്ലോ ഓപ്ഷൻ ആയിട്ട്. അപ്പൊ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദെൻ ആൻസർ ഓപ്ഷൻസ്, ദെൻ ടെക്സ്റ്റിലേക്ക് പോയാലും അത് ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ ടെക്സ്റ്റിലോട്ട് പോയാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആൻസർ, നിങ്ങൾക്ക് എങ്ങനെ വേണേലും അത് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു ദ മെമ്മോ സ്റ്റാഫ് റിക്വയറിംഗ് എ ഫ്രീ ഫ്ലൂ വാക്സിനേഷൻ മസ്റ്റ്. അവിടെ എന്താണ്? ഇതൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അല്ല. അതായത് കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലല്ലോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല. അപ്പൊ ഇതൊരു ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ മസ്റ്റ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷുവർട്ടി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഷുവർട്ടി ആയിരിക്കും. ഓക്കെ, ഒരു പോസിബിലിറ്റി അറിയാലോ, മേ, കുഡ്, ക്യാൻ, ഇതൊക്കെയാണ് പോസിബിലിറ്റി. മസ്റ്റ്, അതുപോലെ തന്നെ ഷുഡ്, ഇതൊക്കെയാണ് ഷുവർട്ടി എന്ന് പറയുന്നത്. നെസസിറ്റി, റിക്വയർഡ്, നീഡ്, ഇതൊക്കെ ഷുവർ ആയിട്ടും പറയുന്നതല്ലേ, ഹാവ് ടു എന്നൊക്കെ പറയത്തില്ലേ. അപ്പം അതാണ് ഷുവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പാസേജിലും പോസിബിലിറ്റി കാണും, ഷുവർട്ടി ആയിട്ട് നമ്മുടെ പാസേജും പറയും. അപ്പൊ നമ്മൾ
അതനുസരിച്ച് വേണം ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? ആ ഇപ്പൊ സ്റ്റാഫ് റിക്വയറിംഗ് എ ഫ്രീ ഫ്ലൂ വാക്സിനേഷൻ മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. അതായത് ഈ നമ്മുടെ മെമ്മോയില് എന്താണ് പറയുന്നത്? സ്റ്റാഫ് റിക്വയറിംഗ് എ ഫ്രീ ഫ്ലൂ വാക്സിനേഷൻ മസ്റ്റ്. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? സ്റ്റാഫ് ഫ്ലൂ വാക്സിനേഷൻ പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ പ്രോഗ്രാം enables the hospital to keep running effectively during a flu outbreak. When we particularly busy, the offer a free flu uh, okay, charge quadrivalent flu vaccine to all staff has been extended. The following arrangements have been put in place in order to minimize the uptake. So maximize the uptake. So ഇവിടെ നമുക്ക് കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് പറയുന്നുണ്ട്, അത് നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, മാസ് വാക്സിനേഷൻ ക്ലിനിക് ഹാവ് നൗ എൻഡഡ്. പ്ലീസ് കോൺടാക്ട് ഒക്യുപേഷണൽ ഹെൽത്ത് ടു അറേഞ്ച് ആൻ അപ്പോയിന്റ്മെന്റ്. ആൻ ഓൺലൈൻ ഫോം വിച്ച് ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ ഇൻബോക്സ് മസ്റ്റ് ബി. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഇവിടെ മസ്റ്റ് ബി പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളും നമ്മുടെ പാസേജും നമ്മൾ സ്കിം ആൻഡ് സ്കാൻ ചെയ്ത് തന്നെ റീഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വി ക്യാൻ ഗെറ്റ് ഈസിലി to the answers. Okay, must be completed and submitted beforehand. This will generate a reference number which must be, or then again they are mentioned that must be noted and brought to your appointment. So ഇത്രയും വായിച്ചാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടും. അതായത് ഇവിടെ രണ്ട് സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓൺലൈൻ ഫോം ഒക്കെ പറയുന്നതുകൊണ്ട് ഓൾറെഡി നമ്മൾ ബി ആൻസർ ചൂസ് ചെയ്യും. എന്താന്ന് വെച്ചാൽ റെസ്പോണ്ട് ഇലക്ട്രോണിക്കലി എന്നും പറഞ്ഞ് ഒരു ഓൺലൈൻ ഫോം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വെച്ച് ബി ആൻസർ സെലക്ട് ചെയ്യും. പക്ഷെ അത് റോങ് ആണ്. കാരണം ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? സ്റ്റാഫ് ഫ്രീ ഫ്ലൂ വാക്സിനേഷൻ മസ്റ്റ് ഹാവ് ഇറ്റ് ഡൺ ഓൺ സൈറ്റ്. അതിന്റെ സൈറ്റിൽ നമ്മൾ ചെയ്യണം എന്നാണ്, തീർച്ചയായിട്ടും അതിന്റെ സൈറ്റിൽ പോയി ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്സേ. അപ്പം Yes, ma'am. ഇവിടെ മസ്റ്റ് അല്ലേ നമുക്ക് പറയുന്നത്? ഇവിടെ ഉണ്ടല്ലോ ഒരു ഓൺലൈൻ ഫോം നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഇമെയിൽ ബോക്സിൽ വരും. തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. അത് തീർച്ചയായിട്ടും മസ്റ്റ് ബി നോട്ടഡ്. അത് നമ്മൾ നോട്ട് ചെയ്യണം. അതായിരിക്കും നമ്മുടെ അപ്പോയിന്റ്മെന്റ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ആ സൈറ്റിൽ പോയി ചെയ്താലേ നമുക്ക് അതിന്റെ അപ്പോയിന്റ്മെന്റ് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ ഹാവ് ഇറ്റ് ഡൺ ഓൺ സൈറ്റ് എന്ന് പറയുന്നത്. റെസ്പോണ്ട് ഇലക്ട്രോണിക്കലി എന്ന് നമുക്ക് ഒരു നോട്ട് ഗിവൺ ആൻസർ ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷനും തന്നെ നമ്മളിപ്പോൾ പാർട്ട് ബിയിൽ നോക്കുവാണെങ്കിൽ ഒരു റൈറ്റ് ഓപ്ഷൻ കാണും, ഒരു നോട്ട് ഗിവൺ ഓപ്ഷൻ കാണും, ഒരു ഓപ്പോസിറ്റ് അതായത് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു ഓപ്ഷനൂടെയാണ് വരുന്നത്. എല്ലാ ആൻസേഴ്സും അങ്ങനെയാണ് വരുന്നത്. ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് നോട്ട് ഗിവൺ എന്ന് പറയുമ്പം നമുക്ക് ഇത് ഈ പാസേജ് തന്നിട്ടില്ലാത്ത ഒരു ആൻസർ നമ്മൾ നോട്ട് ഗിവൺ ആയിട്ട് മെൻഷൻ ചെയ്യുക. പിന്നെ പാസേജ് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മീനിങ്. അപ്പൊ അത് കോൺട്രാഡിക്ടറി ഓപ്ഷൻ എന്ന് പറയും. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ റൈറ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ സി ഓപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. The above information apply to staff aged 80 and over only. Those who are 70 or younger may only receive their vaccine from occupational health and will be generated time of shift to do so. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എബോ എ സർട്ടൈൻ ഏജ്. അപ്പൊ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, അവിടെ ഇൻഫർമേഷൻ അപ്ലൈസ് ടു സ്റ്റാഫ് ഏജ്ഡ് 80 ഓവർ ഉള്ളി, ദോസ് ഹു ആർ 70 യങ്ങർ മേ ഉള്ളി എന്നാ പറയുന്നത്. അത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഇവിടെ കണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എന്താ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്, ഗൈഡൻസ് ഉണ്ടോ? അതുപോലെ തന്നെ ഇമെയിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നത്. നോട്ടീസ് വരുന്നുണ്ട്. അതാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ഗൈഡ് ലൈൻസ് തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പോളിസി എക്സ്ട്രാക്റ്റിൽ എന്താണ് പറയുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പാർട്ട് ബി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഇല്ല എന്തൊക്കെ മിസ്സേ. ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്യുന്നത്? പാർട്ട് ബി
പാർട്ട് ബി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുണ്ടോ? എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടോ? എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. ഉണ്ടല്ലേ. ഉം. അപ്പം ഉം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടോ? മിസ് പറയുമ്പോ കിട്ടുന്നുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ഇത് വരും. കൂടെ ഉം, ഉം, ചെയ്യുമ്പോഴും ഓക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഉം, നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് പിന്നെയും ഉം, കൺഫ്യൂസ് ഉം. ആവുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് കൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് ഉം. വരും. ഓക്കെ. ഉം. നെക്സ്റ്റ് പാർട്ട് സി. പാർട്ട് സി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് പാർട്ട് ഉം. സി എന്ന് പറയുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആയിരിക്കുമല്ലോ വരുന്നത്. ഒരു 2 ഉം. എക്സ്ട്രാക്ട് ഉണ്ട്, C1 C2 ഉണ്ട്, 2 ടോപ്പിക് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം മെഡിക്കൽ ക്യാനാബീസും ഉണ്ട് ഇതിനകത്ത്. മെഡിക്കൽ ക്യാനാബീസ് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഓക്കെ എഫക്റ്റീവ് ടീം വർക്ക്. അപ്പം ഇതിലേത് ടെക്സ്റ്റ് ആണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്, ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്ക് വന്നാൽ നമ്മൾ ആദ്യം അത് ചെയ്യാൻ പോകരുത്. നമുക്ക് ഇച്ചിരി നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഹ് ഇവിടെ 7th ക്വസ്റ്റ്യൻ 7 എന്താ, ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ദ കാനാബീസ് പ്ലാന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കാനാബീസ് പ്ലാന്റിനെ കുറിച്ച് എന്താണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ അവര് പാസേജ് റീഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ആൻസർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ആ പാസേജിൽ പറയുന്നത് എന്താണോ ആ ഒരു മീനിങ് എടുത്താണ് ആൻസർ എലിമിനേറ്റ് ചെയ്ത് ഒരു ആൻസർ എടുക്കുന്നത്. പക്ഷെ ടെക്സ്റ്റിൽ ഒരു കൺക്ലൂഷൻ കാണുമല്ലോ. പക്ഷെ നമ്മൾ അപ്പോൾ ഇവിടെ എന്താണ് ഓക്കെ. അപ്പം ഇവിടെ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് കാനാബീസ് പ്ലാന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ വരുത്തുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചൂസ് ചെയ്യരുത്. നമ്മുടെ ആ ക്വസ്റ്റ്യൻ നമ്മൾ നന്നായിട്ട് റീഡ് ചെയ്യുക. കാനബീസ് പ്ലാന്റിനെ കുറിച്ച് എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതായിരിക്കണം ആൻസർ വരുന്നത്. ഇവിടെ പല കാര്യങ്ങളും അവർ ഡിസ്കസ് ചെയ്യും. അപ്പം അതൊന്നും നമ്മൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ കാനാബീസ് പ്ലാന്റ് ഒരുപാട് എന്താ ഡിസീസ് കണ്ടീഷൻസിന് മെഡിക്കൽ പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ സി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അതുപോലെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ എന്താ മെത്തേഡ്സ് ഉണ്ട് ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് നമ്മൾ കുറെ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ഏകദേശ ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ. ഓക്കെ അശ്വതി, അശ്വതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പാർട്ട് സിയെ കുറിച്ച്? ഇല്ല മാം ഇപ്പം ക്ലിയർ ആണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. Today I would wind up this session. So tomorrow, if you interested, ഞാൻ ലിസണിങ്ങിൻ്റെ ഒരു ലൈവ് സെഷൻ ആയിട്ട് വരാം. ഓക്കെ. ലിസണിങ്ങിനും എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും എങ്ങനെയാണെന്നുള്ളൊരു ലൈവ് സെഷനൂടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ മാം അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അശ്വതി, സഫല്യ. ഓക്കെ.